റഷ്യയുടെ 2 ചരക്ക് കപ്പലുകൾ കരിങ്കടലിൽ തീപിടിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഡോൺ ആക്രമണത്തിലൂടെയാണ് ചരക്ക് കപ്പലുകൾക്ക് തീപിടിച്ചതെന്നാണ് വിവരം. വിരാട്, കോറോസ് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. തീപിടിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാകട്ടെ തുർക്കി മാധ്യമമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്നാൽ ആയതിനാൽ തന്നെ ഇതിന് പിന്നിൽ യുക്രൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ യുക്രൈന്റെ കരങ്ങൾ ഉണ്ടോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യമായി തന്നെ ഉയരുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അക്രമികളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റ് യുക്രൈൻ തന്നെ ആകാമെന്നും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. കപ്പൽ ആക്രമണത്തിന്റെ ഉത്തരവാദികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. കപ്പലുകളിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നു വരികയാണെന്നാണ് തുർക്കി അറിയിച്ചിരിക്കുന്നത്. 274 മീറ്റർ നീളമാണ് ഈ കോറോസിനുള്ളത്. കപ്പലിലുണ്ടായിരുന്ന 25 ജീവനക്കാരെ രക്ഷാപ്രവർത്തകർ സുരക്ഷിതമായി തന്നെ പുറത്തെത്തിച്ചതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. റഷ്യയുടെ മറ്റ് തുറമുഖങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് സഞ്ചരിച്ച കപ്പലുകളാണ് ഇതെന്നാണ് വ്യക്തമാക്കുന്നത്. അതേസമയം ആക്രമണത്തിന് പിന്നിൽ തന്നെ യുക്രൈൻ ആണ് എന്നും രാജ്യാന്തര മാധ്യമമായ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈൻ നാവികസേനയും അവരുടെ സുരക്ഷാ ഏജൻസിയായ SBUയും സംയുക്തമായി നടത്തിയ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഷ്യയുമായുള്ള സംഘർഷത്തിൽ നിന്ന് പിന്മാറാനുള്ള സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ യുക്രൈന് മേൽ US സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ കപ്പൽ ആക്രമണമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം യുക്രൈൻ യുദ്ധത്തെ സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയ പരാമർശങ്ങളിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ബോധപൂർവം തെറ്റായി റിപ്പോർട്ട് ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണവുമായി ഇപ്പോൾ ബ്രിട്ടനിലെ റഷ്യൻ എംബസി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ദ റേഡി ടെലിഗ്രാഫ് പോലുള്ള ബ്രിട്ടനിലെ പ്രമുഖ മാധ്യമങ്ങൾ പുടിന്റെ വാക്കുകളെ അവിടെ സന്ദർഭത്തിന് അടിസ്ഥാനരഹിതമായി തന്നെ അല്ലെങ്കിൽ അടിച്ചമർത്തിക്കൊണ്ട് അത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നതെന്നാണ് ഈ പ്രസ്താവനയിലൂടെ പറയുന്നത്. കിർഗിസ്ഥാൻ സന്ദർശിച്ച വേളയിൽ യുക്രൈൻ സംഘർഷത്തെ കുറിച്ച് വ്ളാഡിമിർ പുടിൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അവസാനത്തെ യുക്രൈൻകാരനും മരിക്കുന്നതുവരെ യുദ്ധം തുടരാനാണ് റഷ്യ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലായിരുന്നു ചില ബ്രിട്ടീഷ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. എന്നാൽ ഈ പച്ചക്കള്ളങ്ങളെല്ലാം തന്നെ ബ്രിട്ടന്റെ ഔദ്യോഗിക നിലപാടിന് അനുകൂലമാകുന്ന രീതിയിൽ പുടിന്റെ വാക്കുകളെ എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് റഷ്യൻ നയതന്ത്രജ്ഞർ ഇപ്പോൾ ഇതിനായി തന്നെ അവകാശപ്പെടുന്നത്. ഇതെടുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതൊക്കെ ഈ വിഷയങ്ങളായിരിക്കാം ഇപ്പോൾ യുക്രൈനെ വലിയ രീതിയിൽ റഷ്യക്ക് നേരെ ആക്രമണം നടത്താൻ, ഡ്രോൺ ആക്രമണം നടത്താൻ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന വിലയിരുത്തലും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ മദ്യ ആരോപണത്തിനിടയിൽ പോലും വലിയ രീതിയിൽ സമാധാന ചർച്ചകൾക്കുള്ള നീക്കങ്ങൾ അണിയറയിൽ വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അമേരിക്ക തയ്യാറാക്കിയ പുതിയ സമാധാന പദ്ധതി ചർച്ച ചെയ്യുന്നതിനായി തന്നെ അമേരിക്കയുടെ പ്രത്യേക ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫ് ആകട്ടെ ഡിസംബറിൽ റഷ്യയിൽ എത്തുമെന്ന ഇരിക്കെ തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പോലും യുക്രൈൻ തങ്ങളുടെ സൈനിക ബലം കുറയ്ക്കണമെന്നും നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഡോൺബാസ് മേഖലയിൽ നിന്ന് പിന്മാറണമെന്നും അമേരിക്കയുടെ നിർദ്ദേശത്തിലുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ യുക്രൈന്റെ യൂറോപ്യൻ സഖ്യകക്ഷികൾ ഇത്തരം വിട്ടുവീഴ്ചകളെ എതിർക്കുകയും ചെയ്യുന്നു. യുദ്ധകളത്തിലും റഷ്യ മുന്നേറ്റം തുടരുകയാണ് എന്നതാണ് മറ്റൊരു വസ്തുത. നവംബർ പകുതിയോടുകൂടി തന്നെ സുപ്രധാനമായ ഒരു വലിയ മേഖലയടക്കം 2 ഡസനിലധികം ജനവാസ കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തതായാണ് റഷ്യ അവകാശപ്പെട്ടതും. എന്നാൽ ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലാണ് ആ ഒരു മേഖലകളെല്ലാം തന്നെ എന്നതാണ് യുക്രൈന്റെ വാദമായി പുറത്തു വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.